ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമ്മുടെ വീട്ടിൽ പെട്ടെന്നാണ് ഒരു വിരുന്നുകാർ വന്നാൽ നമുക്ക് ചായക്കടയിലൊന്നും പോയി വാങ്ങാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കയ്യിലുള്ളതെടുത്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ഇന്ന് നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വാഴക്ക ബജ്ജി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ കയ്യിലുള്ളത് ഒരു വാഴക്കയും 2 മുട്ടയും ഒരു ഉള്ളിയാണ്. അതിനായിട്ട് ഒരു ഗ്ലാസ് കടലമാവ്, ഒരു 3/4 ഗ്ലാസ് മൈദ, ഒരു സ്പൂണ് അരിപ്പൊടി, ഒരു സ്പൂണ് പൊടിയുപ്പ്, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, പിഞ്ച് കായംപൊടി. ഒരുപാട് കായംപൊടി ആയാലും നല്ലൊരു കശക്കണ ഒരു ടേസ്റ്റ് ആയിരിക്കും. മാവെല്ലാം കൂടി നമുക്ക് കൂട്ടി യോജിപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് സെറ്റാക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ല വെള്ളം ഒഴിച്ച് സെറ്റാക്കാം. ഏകദേശം 1.25 ഗ്ലാസ് വെള്ളം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കട്ടിയായിട്ടും വരാൻ പാടില്ല, ഒരുപാട് ലൂസായിട്ടും വരാൻ പാടില്ല. അപ്പോൾ ഒരുപാട് കട്ടിയായാൽ ഡ്രൈ ആയിട്ട് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. ഒരുപാട് വെള്ളമായാലും വാഴക്കയിൽ മാവ് പിടിക്കില്ല, നല്ല എണ്ണ കുടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഓവർ വെള്ളമില്ലാതെ ഈ അളവ് തിക്കായിട്ട് നിങ്ങൾ മാവ് കൺസിസ്റ്റൻസി കറക്റ്റാക്കുക. ചായ കടയിൽ പോയി വാങ്ങിയിട്ട് വരുന്ന സമയം പോലും നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമില്ല. മാവ് കുഴച്ച് 5 മിനിറ്റ് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഓരോന്നായി എല്ലാം ചുട്ടെടുക്കാം. ചായക്കടയിൽ പോയി വാങ്ങണ്ട. ആ വിഭവങ്ങളെല്ലാം 5 മിനിറ്റിൽ കൂടിയാൽ ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. തട്ട് നിറയെ ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ മുട്ട പീസ് 4 പക്ഷേ ഇവിടെ ചുടുമ്പഴുത്തിയും അവിടെ കാലിയായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഡിസ്പ്ലേക്ക് വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ പോകാൻ തിരക്കൂട്ടായിരുന്നു. വേഗം റെഡിയാക്കി ചായയായിട്ട് അവർക്ക് കൊടുക്കാനുള്ള തിരക്കൂട്ടലായിരുന്നു. അങ്ങനെ മുട്ട ബജ്ജി ഉണ്ടാക്കി, വാഴക്ക ബജ്ജി, ഉള്ളി ബജ്ജി, ഒരു മാവിൽ തന്നെ 3 കടി ഉണ്ടാക്കി അവർക്ക് ചായയായിട്ട് കൊടുത്ത് റാഹത്തായി അവർ പോയി. മാവ് സെറ്റാക്കുമ്പോൾ അല്പം ഉപ്പ് എന്നും കൂടുതലിടുന്നത് നല്ലതാണ്. ഈ ഉള്ളിയും വാഴയ്ക്കൊക്കെ കടിച്ച് തിന്നുമ്പോൾ ഉപ്പിൻ്റെ രുചി ബാലൻസ് ആയിക്കോളും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.